കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തവർ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും പുറന്തള്ളപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കാനായി ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാഷ്ട്രീയം ചരിത്രത്തിൻ്റെ ആവർത്തനമാണെന്നും ചരിത്രത്തിൻ്റെ വിലയിരുത്തലാണ് രാഷ്ട്രീയ വിജയങ്ങളുടെ രഹസ്യമെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിയാം. 2 ആഴ്ച കൊണ്ട് രാഷ്ട്രീയമാകെ പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറിമറിയാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്താകെ അഭിമാനിക്കാവുന്ന മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണനാണ് ചാലക്കുടി പ്രസ് ഫോറം അവാർഡ് നൽകുന്നത് എന്നത് അവാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഓരോ വർഷവും മുടക്കമില്ലാതെ പ്രസ് ഫോറം മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെയെല്ലാം ആദരിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നത് മാധ്യമ സമൂഹത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. മാധ്യമ പ്രവർത്തന രംഗത്ത് 1/4 നൂറ്റാണ്ട് തികച്ച പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റും മലയാള മനോരമ ലേഖകനുമായ ലാലുമോൻ ചാലക്കുടിയെ മന്ത്രി ആദരിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള PN കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ഇരിഞ്ഞാലക്കുട ലേഖകൻ VR സുകുമാരനും, CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ KC ശിവദാസിനും, പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യ മാധ്യമ പുരസ്കാരം ചേലക്കര CCV ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും, AP തോമസ് സ്മാരക ജില്ലാ വാർത്താചിത്ര പുരസ്കാരം കേരള കൗമുദി ചെറുതുരുത്തി ലേഖകൻ മനോജ് തൈക്കാട്ടിനും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ന്യൂസ് റീഡർ റിയ മേരിക്കും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ വാർത്താവതാരക പുരസ്കാരം കൊടകര KCBയിലെ KR ശശികുമാറിനും, കെയർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ NM സരീഷിനും മന്ത്രി സമ്മാനിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം CK പോൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. MLA ഉപഹാര സമർപ്പണം നടത്തി. ചികിത്സാ ധനസഹായ വിതരണം നഗരസഭാ അധ്യക്ഷ ആലിസ് ഷിബുവും, അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, നഗരസഭാ ഉപാധ്യക്ഷൻ KV പോൾ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ പെല്ലിശ്ശേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീല സുബ്രഹ്മണ്യൻ, KC മനോജ്, പോളി പുളിക്കൻ, സുനന്ദ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ, കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം, ജനറൽ കൺവീനർ വിൽസൺ മേച്ചേരി എന്നിവർ പ്രസംഗിച്ചു. ചീഫ് കോർഡിനേറ്റർമാരായ ഷാലി മുരിങ്ങൂർ, PA ഫൈസൽ, ആഷിൻ പോൾ, എക്സിക്യൂട്ടീവ് അംഗം അക്ഷര ഉണ്ണികൃഷ്ണൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചിറക്കൽ, KN വേണു, NR സരിത, തോമസ് കോമ്പാറ, ഭരിത പ്രതാപ്, ഭാരവാഹികളായ MS സദാനന്ദൻ, ജെനിൽ ജെയ്സൺ, ലിക്സൺ വർഗീസ്, ലിജോയ് K ജോയ്, നെൽസൺ ഫ്രാൻസിസ്, KB ബിനേഷ്, PS രാഹുൽ, റോസ്മോൾ ഡോണി എന്നിവർ നേതൃത്വം നൽകി. വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ്. പലപ്പോഴും മാധ്യമപ്രവർത്തകരിൽ ചില വ്യക്തികളെ മാത്രം നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് അവരെ പലപ്പോഴും ആദരിക്കാറുണ്ട്. പക്ഷേ പൊതുവിൽ ഈ രംഗത്ത്, ഈ പ്രദേശത്ത് ചാലക്കുടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ ഓർക്കാനും അവരെ അനുസ്മരിക്കാനും അവരുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുക. ഇവിടെ അതിൽ നിന്ന് നേർ വിപരീതമായി കഴിഞ്ഞ 9 വർഷമായി ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച് മൺമറഞ്ഞുപോയ മനുഷ്യരെ നിരന്തരം എന്നോണം അനുസ്മരിക്കുകയും അവരെയൊക്കെ എല്ലാ വർഷവും ആദരിക്കുകയും അവരുടെ പേരിൽ മാധ്യമപ്രവർത്തകർക്ക് അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമേ ഇല്ല. അതുകൊണ്ടാണ് ഈ അവാർഡ് വാങ്ങാൻ ഞാൻ